സാറിന്റെ ഒരു ഡിസൈബിളായിട്ട് മാറാനാണ് ഞാൻ തീരുമാനിക്കുന്നത്. എത്ര കോടി രൂപ വേണമെങ്കിലും മുടക്കാം. അപ്പൊ ഞാന് ഇപ്പൊ ബാങ്കിലോട്ട് പോവുകയാണ്. നമ്മളെ ജീവിതം എന്താണ് സാറേ? ജീവിതം, നിങ്ങളുടെ ജീവിതം എന്താണെന്ന് മറ്റൊരാളോട് ചോദിച്ചാൽ അറിയുന്നതല്ല, ജീവിച്ചറിയേണ്ടതാണ്. എന്റെ അച്ഛൻ മരിച്ച്, അമ്മ മരിച്ച്, ഭാര്യ മരിച്ച്, കുട്ടി മരിച്ച്, എല്ലാരും മരിച്ച്. അപ്പൊ നിങ്ങൾ ജീവിക്കണേ ഇനി. നിങ്ങളിപ്പോ എല്ലാരും മറ്റുള്ളവരുടെ ശല്യം എല്ലാം കഴിഞ്ഞല്ല. അവിടെ എല്ലാവരുടെയും ശല്യം കഴിഞ്ഞ് ഇപ്പൊ ഇനി നിങ്ങൾ ജീവിക്കണം. അതാണ് വേണ്ട, അത്രേ ഉള്ളൂ. ഇല്ല ഇല്ല ഇല്ല, വിഷമിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ കാര്യമില്ലാത്തതുകൊണ്ടാണ് വിഷമിക്കുന്നത്. നിങ്ങളിലെ കാര്യവുമായിട്ട് നിങ്ങൾ അസോസിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകില്ല. നിങ്ങളിലെ പുറത്തെ കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് വിഷമം വരുന്നത്. അതെ അതെ, എക്സ്പാൻഷൻ കോൺട്രാക്ഷൻ. സന്തോഷം, നല്ല കാര്യം. ഭാര്യ പിണങ്ങിപ്പോയി, അപ്പൊ ഭാര്യയുടെ വഴി നോക്കിപ്പോയി, പോട്ടെ, നല്ല കാര്യം. അദ്ദേഹത്തിന്റെ കാര്യം നോക്കാൻ തുടങ്ങുക, ഭാര്യയുടെ കാര്യം നോക്കണ്ട. മനസ്സിലായി? അതും സന്തോഷം, ആത്മഹത്യ ചെയ്യട്ടെ. അപ്പൊ അയാൾക്ക് അയാളെ കൊണ്ട് കൊള്ളിയില്ലാത്തോണ്ടല്ല അയാൾ ആത്മഹത്യ ചെയ്യുന്നത്. അയാളെ നോക്കാൻ അയാൾക്ക് കഴിയില്ലാത്തോണ്ടല്ലേ അയാൾ ആത്മഹത്യ ചെയ്യുന്നത്. അയാൾക്ക് അയാളെ നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്തില്ല. ഏതൊരു വ്യക്തിയും അവനവനെ നോക്കുന്നിടത്താണ് കാര്യം ഇരിക്കുന്നത്. മനസ്സിലായി? ഇപ്പൊ എല്ലാരും പറഞ്ഞ മരിച്ചു സ്വർഗത്ത് പോകുന്നുള്ള ഭാഗം, മരിച്ചു സ്വർഗത്തല്ല, മരിച്ച് നരകത്തിലോട്ടേ പോകത്തുള്ളൂ. മരിച്ചാൽ തീർന്ന്. മനസ്സിലായ? മരിച്ചാൽ തീർന്ന്. മരിച്ചെങ്ങും പോകില്ല, മരിച്ചാൽ തീർന്നതാണ്. മനസ്സിലായ? മരിച്ചാൽ ജീവിതം തീർന്നു. മനസ്സിലായ? അത്രേ ഉള്ളൂ. മരണം ഒന്നിന്റെയും പരിഹാരമല്ല. മനസ്സിലായ? മരണം ഒരു വിഡ്ഢിത്തരമാണ്. മരിക്കാതെ ഇരിക്കാൻ നോക്കുന്നതാണ് നമ്മുടെ ജീവിതം. മനസ്സിലായി? അതെ, എത്രത്തോളം ജീവിക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്. അല്ല മരിച്ചു പോകും എന്ന് പറഞ്ഞിരിക്കുകയല്ലേ വേണ്ടത്. മരിക്കാതെ ഇരിക്കാൻ എന്ത് ചെയ്യണം, അതാണ് ജീവിതം. മനസ്സിലായ? മരിച്ചതിന് ശേഷം ഒരു സ്വർഗവും ഇല്ല. മരിച്ചാൽ മരിച്ചത് തന്നെയുള്ളൂ. ഇല്ല, ഒരിക്കലും ദുഃഖിക്കത്തില്ല. കുറച്ച് സന്തോഷിക്കും. ഒരു വയ്യാവേലി തീർന്നല്ല. കാരണം നിങ്ങൾ നരയിക്കുക, നിങ്ങൾ വിഷമിക്കുകയാണ് ചെയ്യണം. അവര് മരിച്ചു, ഇവര് മരിച്ചു. അപ്പൊ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ദുഃഖിക്കണ്ടല്ല. അത്രേ ഉള്ളൂ. നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തേ കാര്യമുള്ളൂ. ജീവിക്കുമ്പോൾ നിങ്ങളോട് ഞാൻ സഹകരിക്കും. മനസ്സിലാവും? മരിച്ചാലും അവിടെ ബാക്കിയുള്ള ഞാൻ നോക്കേണ്ട കാര്യമില്ല. കൊല്ലത്തായതുകൊണ്ട് ആരെങ്കിലും ഒക്കെ കത്തിച്ച എന്തെങ്കിലും ചെയ്തോളൂ. അതെ, മൈത്രേന്റെ രീതിയിലല്ലേ മൈത്രേന് പറയാൻ പറ്റത്തുള്ളൂ. എനിക്ക് എന്റെ രീതിയിലല്ലേ എനിക്ക് പറയാനുള്ളൂ. മൈത്രേന്റെ രീതിയിൽ ഞാൻ പറയുക ഒരിക്കലും ഇല്ല. മൈത്രേയൻ പറയുന്നു മൈത്രേന്റെ രീതിയിലും. അയാൾ പറയണ സുബ്രഹ്മണ്യം പറയണത് അല്ലേ? ഓരോ വ്യക്തിയും പറയണത് അവനവന്റെ കാര്യങ്ങൾ. ലക്ഷ്മണൻ പറയണ ലക്ഷ്മണന്റെ കാര്യം. അതുപോലെ ഓരോ വ്യക്തികളും വിശ്വംഭരൻ പറയണ വിശ്വംഭരന്റെ കാര്യം. ഞാൻ എന്റെ ജീവൻ കാര്യമായിട്ട് എടുത്തിരിക്കുക. മനസ്സിലായി? മറ്റേതൊക്കെ ആകാശത്ത് വെള്ളത്തിൽ വരച്ച വര പോലെയല്ല. ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ വെള്ളത്തിൽ വരച്ച വര പോലെയാ. എന്തോ? ഐ ആം ഗ്രേറ്റ്, ഡെഫിനറ്റ്ലി. അതിനകത്ത് എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ എന്തോ? അത് നിങ്ങളുടെ ഇഷ്ടം. അതെ, എനിക്ക് എന്റെ ഇടമുണ്ട്. തന്റെ ഇടത്ത് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്. എന്റെ ഇടത്ത് നിന്ന് ഞാൻ മാറി പോകാറില്ല. ഉണ്ട്. അത് കണ്ണൂരിൽ നിന്ന്, കണ്ണൂർ പിണറായില്
ശ്രീജയന്റെയും നിഷയുടെയും മകൾ ജനിയ ആണ്. ആ ആ